നയതന്ത്ര നീക്കങ്ങളാണ്. അൽ ഗസ്വത്തു വസ്സറായ മാത്രം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള മതവിധികൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അതുപോലെ ജുമുഅ, ഇതെല്ലാം മദീനയിലെ 10 കൊല്ലത്തിന്റെ ഇടയിലാണ്. ശിക്ഷാ നടപടികളുടെ ഖിസാസ് മുതൽ അനന്തരാവകാശത്തിന്റെ ഫറായിള് മുതൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അന്ത്യനാൾ വരെ നടപ്പിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു 10 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ തങ്ങൾ മുഴുവൻ സമയവും പള്ളിയിൽ ദർസ് നടത്തിയിരുന്നതാണെന്ന് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, സാധാരണക്കാർ വീട്ടിൽ ഭാര്യമാരോടൊപ്പം വീട്ടുജോലികളിൽ സഹായിക്കും പോലെ എന്നെ സഹായിക്കാറുണ്ട്. വസ്ത്രമലക്കാറുണ്ട്, ആടിനെ കറക്കാറുണ്ട്, വീട് വൃത്തിയാക്കാറുണ്ട്, ചെരുപ്പ് തുന്നാറുണ്ട്. വാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാറാണ് പതിവ്. പിന്നെ നിൽക്കൂല. ഇത് കേട്ടാൽ വിചാരിക്കും 5 വഖത്ത് ഇമാമത്ത് പള്ളിയിൽ നിന്ന് ഇടക്കുള്ള സമയം മുഴുവനും വീട്ടിൽ കഴിഞ്ഞൊരു നബിയാണെന്ന്. ആ ഹദീസ് വായിക്കുമ്പോ അങ്ങനെയാണ് തോന്നിപ്പോവുക. അപ്പോൾ ഫാമിലി ലൈഫിൽ മുഴുവനും നോക്കിയാൽ അവിടുത്തെ പത്നിമാരുടെ വീട്ടിൽ പോയ നേരം, അവരോടൊപ്പം തമാശ പറഞ്ഞ നേരം, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച നേരം, ആയിഷ ഉമ്മയോട് കളി കാണാൻ പൂതിയുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ആഫ്രിക്കക്കാര് പെരുന്നാളിന്റെ ആഘോഷം നടത്തിയപ്പോ കണ്ടോളൂ മോളെ എന്ന് പറഞ്ഞിട്ട് തോളത്തുകൂടി കളി കാണാൻ അവസരം കൊടുത്ത പുണ്യനബി തങ്ങളെ വായിക്കുമ്പോ, ഭാര്യമാര് തമ്മിൽ പായസം കൊണ്ട് കളിച്ച തമാശയ്ക്ക് സാന്നിധ്യം വഹിക്കുമ്പോ നമ്മൾ വിചാരിക്കും അവിടുന്ന് വീട്ടിൽ മാത്രം ഇരുന്ന് 10 കൊല്ലം കഴിച്ചു കൂട്ടിയതാണ്. പിന്നെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, ആ മക്കളുടെ വഫാത്തുകൾ, അവരുടെ വിവാഹങ്ങൾ, അവരുടെ കുടുംബജീവിതങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബകാര്യങ്ങൾ മാത്രം നോക്കിയ ഒരു ഗൃഹനാഥനാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 10 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ചെയ്തത്? പിന്നെ നോക്കുമ്പോൾ പേർഷ്യയിലേക്ക് കത്തയക്കുന്നു, റോമിലേക്ക് കത്തയക്കുന്നു. റോമിന്റെ പ്രതിനിധി വരുന്നു, പേർഷ്യയുടെ പ്രതിനിധി വരുന്നു, ഹെരാക്ലിയസിന്റെ സെക്രട്ടറി വരുന്നു, ബൈത്തുൽ മുഖദ്ദസ് എന്ന ആള് വരുന്നു. എല്ലാവരെയും സ്വീകരിക്കുന്നു. ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മനിൽ ഖൗമു അമിൽ ഔ മനിൽ വഫദു, ആരാണ് വന്നത്? കാരണം മദീനത്തേക്ക് പല രാജ്യത്തുനിന്നും അംബാസഡർമാർ വരുന്നുണ്ട്. അത് വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൗൺസിലേറ്റിൽ ഇരുന്നു കൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ മാത്രം നേരം കണ്ട നേതാവാണെന്ന് ചിന്തിച്ചു പോകും. പിന്നീട് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നാട്ടുകാർ വരുമ്പോഴും ആ നാടിന്റെ മുഴുവൻ വിശേഷങ്ങളും പറയുകയാണ്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് അൽ ഹസ എന്ന പ്രദേശത്തിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ ആ മുഖത്തിൽ എഴുതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വഫദ് അബ്ദുൽ ഖൈസ് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഞങ്ങൾ അബ്ദുൽ ഖൈസിന്റെ സംഘമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ നാടും ആ നാട്ടിലെ തോട്ടങ്ങളും ആ നാട്ടിലെ മുഴുവൻ വസ്തുക്കളും തെളിഞ്ഞു വന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കാരക്കത്തോട്ടത്തിലെ വിളവെങ്ങനെയുണ്ട്? ബർണി കാരക്ക എങ്ങനെയുണ്ട്? അവിടുത്തെ സഫാവി എങ്ങനെയുണ്ട്? അവിടുത്തെ മജ്ദൂലി എങ്ങനെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും ചോദിച്ചു കഴിഞ്ഞപ്പോ വന്നവര് പരസ്പരം പറയാൻ തുടങ്ങി, നമ്മുടെ നാട്ടിന്റെ നടുവിൽ പതിറ്റാണ്ടുകളോളം താമസിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകാത്ത ഒരു ഭാഗവും ഇല്ല. ഓ മുഅ്മിനീങ്ങളെ,
ഞാൻ എൻ്റെ സംഭാഷണം ദീർഘിപ്പിക്കുന്നില്ല, നേരം വെളുക്കും വരെ പറഞ്ഞാലും ആ അത്ഭുതങ്ങളുടെ കൗതുകം പറഞ്ഞിങ്ങനെ നിന്നാൽ എന്ത് രസമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വായിക്കണം. വായിക്കാനുള്ള ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി വായിക്കണം, വായിപ്പിക്കണം. പറയട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമ്പോൾ ആദരവ് വർദ്ധിക്കും, പഠിക്കുമ്പോൾ ബഹുമാനം വർദ്ധിക്കും. എനിക്ക് ഈ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും വലിയ അസൂയ അനസ് ബിൻ മാലിക് തങ്ങളോടാണ്. കുറെ കാലം വരെ അസൂയ അനസ് ബിൻ മാലിക് തങ്ങളോടായിരുന്നു. ഇപ്പൊ എനിക്ക് അസൂയ മറ്റൊരാളിലേക്ക് മാറി. അത് ഖസ്വാഇനോടാണ് ഇപ്പോഴെന്റെ അസൂയയുള്ളത്. അനസ് ബിൻ മാലിക് തങ്ങളോട് അസൂയ വന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നപ്പോൾ 10 വയസ്സല്ലേ ഉള്ളൂ അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ 10 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്ന അന്ന് മദീന മുഴുവനും പ്രകാശിച്ചത് ഞാൻ കണ്ടു. 500 അൻസ്വാറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത്. വഫാത്തായപ്പോൾ മദീന മുഴുവനും കാർമേഘം മൂടിയതുപോലെ അതും ഞാൻ കണ്ടു. ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ, 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന ആളാണ്. ആ 10 കൊല്ലത്തെ ജീവിതത്തിൽ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് എന്തേ ചെയ്തത് എന്ന് ചോദിച്ചെന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്ത. ഒരു കാര്യം ചെയ്യാത്തതിന് എന്തേ അനസേ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചിട്ടില്ല. വമാലാമനി ഖത്തു, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വമാ ശതമനി ഖത്തു, ഒരിക്കലും എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. വമാ ഖാല ലീ ഖത്തു ബിഅസ മാ സ്വനഅത, ചെയ്തത് മോശമായി പോയല്ലോ അനസേ എന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ല. ചിലപ്പോഴെന്നെ ആദരപൂർവ്വം വിളിക്കും, ചിലപ്പോഴെന്നെ തമാശയോടെ വിളിക്കും, ചിലപ്പോൾ എന്നെ 2 ചെവിയുള്ള ആളേന്ന് തമാശ പറയും. എല്ലാവർക്കും 2 ചെവിയുണ്ടല്ലോ, അപ്പോഴത് കളവല്ല, വിളിക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞാൻ കേട്ടാസ്വദിച്ച കണ്ടാസ്വദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ബാബു ദുആഇ ലി അനസ്. അനസ് ബിൻ മാലിക് തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആ ദുആ ചെയ്തു കൊടുത്ത ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്കൊരു വിശേഷമുണ്ട്. അതെന്താണ്? ഈ ഹദീസ് കിതാബിൽ എഴുതണോ വേണ്ടേ എന്ന് ഇമാം ബുഖാരി തങ്ങൾ 2 റക്അത്ത് ഇസ്തിഖാറ ചെയ്തിട്ടാണ് എഴുതിയത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹെഡിങ് എഴുതിയത് റൗളത്തുൽ മുശറഫയിൽ നിസ്കരിച്ച് ഇസ്തിഖാറ ചെയ്തിട്ടാണ്. അഥവാ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്വർഗത്തോപ്പിൽ ഇരുന്നല്ലേ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലെ തറാജുമുകൾ, ടൈറ്റിലുകൾ എഴുതിയത്. അതിലൊരു ടൈറ്റിലിൽ അനസ് ബിൻ മാലിക് തങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെങ്ങനെ അസൂയപ്പെടാതിരിക്കും? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിമിന് ദുആ ചെയ്തു കൊടുത്തത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി, അനസിന് നല്ല ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. 100 വയസ്സ് ജീവിച്ചു അനസ് ബിൻ മാലിക് തങ്ങൾ. അനസ് ബിൻ മാലിക് തങ്ങൾ വഫാത്താകുമ്പോൾ ബസറയിൽ ഒരൊറ്റ സ്വഹാബിയും ബാക്കിയില്ല. മിസ്റിൽ ഒരു സ്വഹാബിയും ബാക്കിയില്ല. ലോകത്തെവിടെയും സ്വഹാബികളിൽ നിന്ന് ഒരൊറ്റ സ്വഹാബിയെ ബാക്കിയുള്ളൂ. ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ
എന്നവരു മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ അനസ് ബിൻ മാലിക് തങ്ങൾ മദീന ബസറയിൽ വഫാത്താകുമ്പോൾ മക്കത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ തങ്ങളുള്ളത്. അന്ന് ലോകത്ത് വേറെവിടെയും ഒരു സ്വഹാബിയും ബാക്കിയില്ല. ആ ജീവിതത്തെ 10 കൊല്ലം ആസ്വദിച്ചപ്പോൾ 20 വയസ്സായി. പിന്നീട് 80 കൊല്ലത്തിലേറെ, 1 നൂറ്റാണ്ടോളം ജീവിച്ച സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് തങ്ങൾ, ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനസ് ബിൻ മാലിക് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പാത്തുവെച്ച ചില കാര്യങ്ങളുണ്ട്, അവിടുന്ന് കരുതി വെച്ച ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് എടുത്ത് പാത്തു വെച്ച് കൊണ്ട് നടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് എന്നെ മറമാടണേന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ പറയുന്നുണ്ട്, വദുഫിന അനസ് ബിൻ മാലികിൻ, അനസ് ബിൻ മാലിക് തങ്ങൾ മറമാടപ്പെട്ടു. വശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ത ലിസാനിഹി, അവിടുത്തെ നാവിന്റെ അടിയിൽ ആ തിരുകേശം വെച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ പറയുന്നുണ്ട്. ഒരു കൊച്ചു വടിയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. അതും എൻ്റെ ജനാസയോട് ചേർത്തു വെക്കണേ എന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ വസിയ്യത്ത് ചെയ്തിരുന്നു. അത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അനസ് ബിൻ മാലിക് തങ്ങൾ കിടക്കുന്നത്. പോകാൻ നേരം അവിടുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് പറയും, അന ഖുവൈദിമുക ഉനൈസ്, ഞാൻ അവിടുത്തേക്ക് കൊച്ചു കൊച്ചു സേവനം ചെയ്ത കുഞ്ഞനസാണ് നബിയേ. ഈ അനസ് ബിൻ മാലിക് തങ്ങളെ വായിക്കുമ്പോ എങ്ങനെ അസൂയ വരാതിരിക്കും? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പൊട്ടിത്തെറി പ്രായമല്ലേ? അപ്രായത്തിൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയല്ലേ? ഈ കാര്യം പറയുമ്പോൾ ചില വിളവുള്ള മുത്തഅല്ലിമീങ്ങൾ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വ്യക്തിത്വം ശരിയാണ്, പക്ഷേ അനസ് ബിൻ മാലിക് തങ്ങൾ അത്ര സൂക്ഷ്മതയോടെ ചെയ്തത് കൊണ്ടല്ലേ കുറ്റം കേൾക്കാഞ്ഞത്? മോനെ, അങ്ങനെ മാത്രമല്ല. ഒരിക്കൽ അനസ് ബിൻ മാലിക് തങ്ങളെ ഒരാവശ്യത്തിന് വിട്ടു. അപ്പോൾ അനസ് ബിൻ മാലിക് തങ്ങൾ പോയപ്പോൾ വഴിയിൽ കളി കണ്ടു, അവിടെ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് മോനെ കാണുന്നില്ല. അന്വേഷിച്ചിറങ്ങിയപ്പോൾ കളി കാണുകയാണ്. കുട്ടിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തപ്പന മട്ടലെടുത്തിട്ട് പിന്നിൽ പോയി തല്ലുകയല്ല. ഓ അനസേ, ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തുകയല്ല. അനസുമോന്റെ തോളിൽ പോയി, പിന്നിലൂടെ പോയി അനസുമോന്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച്, ചേർത്ത് വെച്ച് അനസുമോൻ നോക്കുന്ന വഴിക്ക് നോക്കിയിട്ട് ചോദിച്ചു, കളി നല്ല രസമുണ്ട് അല്ലേ? അതായിരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നൊരിക്കൽ അനസ് ബിൻ മാലിക് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ പോയിട്ടത് നിർവഹിച്ചു വരാൻ. ഞാനൊരു കുട്ടിക്കുറുമ്പ് കാണിച്ചു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പറയുമ്പോഴും എൻ്റെ മനസ്സിലത് പോകണമെന്നാണുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും അവിടുന്ന് എന്നെ കുറ്റപ്പെടുത്തിയില്ല. ആ ജീവിതത്തിൻ്റെ ഉടമയെ നമ്മൾ വായിക്കാതെങ്ങനെ ജീവിതം പൂർത്തിയാകും? ഇങ്ങനെ അനസ് ബിൻ മാലിക് തങ്ങളെ മാത്രം വായിച്ചാൽ അതൊരു മഹാലോകമാണ്. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി എന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. വബാരിക് ലഹു ഫീ മാലിഹി,
എന്റെ അനസ് ബിൻ മാലിക്കിന് ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. 63-ാമത്തെ വയസ്സിൽ അർ-റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞ് വയസ്സ് മതി എന്ന് പറഞ്ഞ നബിതങ്ങൾ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് 100 വയസ്സിന് ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ എന്തെല്ലാം പറയാനുണ്ട്.